ഹലോ ഗൈസ്, സോ നമ്മൾ നമ്മുടെ ബോഹോ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് പഠിക്കുന്നത്. ബേസിക്സ് ബേസിക്കലി ഫ്ലോറൽ ആൻഡ് ഒരു ലീഫിൻ്റെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസൊക്കെയാണ് വരിക. ലീഫും ഫ്ലോറൽസ് ഒക്കെ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് വരച്ചിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് അതിൽ കൂടാതെ എന്തൊക്കെ വരയ്ക്കാം എന്നുള്ളതുമാണ് ഞാനിപ്പോൾ ഇതിൽ വരയ്ക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഞാൻ ഇതിനകത്ത് എടുക്കുന്നുണ്ടാവും. സോ ഫസ്റ്റ് ഫ്ലവർ വന്നിട്ട് ഇങ്ങനെ നമ്മളൊരു സി പോലത്തെ ഷേപ്പ് വരയ്ക്കും. ഇത് എപ്പോഴും കേർവ്ഡ് ആയിട്ട് വരണം, ഇത് പരന്നിട്ട് വരയ്ക്കരുത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കാം. അതല്ലാതെ സെൻറ്ററിൽ ഞാൻ ലൈൻ വരച്ചു, അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ടെണ്ണം, ഈ സൈഡിലേക്കും രണ്ടെണ്ണം. എന്നിട്ട് ഈ ഓരോ അറ്റത്തും ഓരോ ഡോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ അടുത്തത് ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ ചെരിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു, സെൻറ്ററിൽ ഒരെണ്ണം വരയ്ക്കുന്നു, രണ്ടെണ്ണം. ഇങ്ങനെ എത്ര ലൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ മേക്ക് ഷുവർ ഈ ഒരു ഏറ്റവും അറ്റത്തുള്ളത് കേർവ്ഡ് ആയിട്ട് തന്നെ വരണം എന്നുള്ളത് ഈ ഒരു സൈഡിലും കൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ കേർവ്ഡ് ആയിട്ട് വരണം. നമുക്ക് ഒരു സെറ്റ് ഫ്ലവറായി. ഇനി നെക്സ്റ്റ് സെറ്റ്, ഇപ്പോൾ ഈ ഫ്ലവർ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ലീവ്സ്, ഇതിനൊക്കെ എങ്ങനെ ലീവ്സ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേർവ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് വളരെ തിന്നാക്കിയിട്ടുള്ള ഒരു ലീഫ്. ഇനി ഇതേപോലെ ഇതുണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുക. അതേപോലെ തിന്നാക്കിയിട്ട് കൊണ്ടുവരണം. ഒരുപാട് ലെങ്ത്തിലൊന്നും കൊടുക്കരുത്. തന്നെ ഇത്രയൊക്കെ തിന്നാക്കിയാൽ അത്രയും നല്ലത്. ഒറിജിനാലിറ്റി കൊടുക്കാൻ അവിടെ ഇവിടെയും കുറച്ചൊരു വളവും ചെരുവും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വരയ്ക്കുകയാണെങ്കിൽ തിന്നാക്കിയിട്ട് ഞാനിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ ഓരോ ബഡ്സ് കൊടുക്കാം. ബഡ്സ് ബേസിക്കലി ഈ ഫ്ലവറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ, ബഡായിട്ട്, മുട്ട് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫ്ലവർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലീഫെല്ലാം ഇങ്ങനത്തെ കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെയായി. ഇനി നെക്സ്റ്റത്തെ ഫ്ലവറാണ്. നെക്സ്റ്റത്തെ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഹാർട്ടല്ല, എന്നാൽ ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പ്. ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തു. ഇനി മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ലൈൻസ് കൊണ്ടുവന്ന് ഈ സെൻറ്ററിൽ തന്നെ അവസാനിപ്പിക്കണം കേട്ടോ. അതുപോലെ നമുക്കിനി ഇതിലും കൊടുക്കാം. ഇതാണ് ഒരു ഫ്ലവർ. ഇനി നെക്സ്റ്റ് ഇതേപോലെ ഒരു പ്ലാന്റിൻ്റെ ഈവൻ ഒരു ചെടിയും അതിൽ ബഡ്സും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഞാനിങ്ങനെ ഇതിലെപ്പോഴും ഇത്തിരി കേർവ് ചെയ്തിട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു ലൈൻ വന്നിട്ട് ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഒരു ബഡ്, രണ്ട് സൈഡിൽ ഓരോ ചെറിയ ചെറിയ ബഡുകൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ലീഫ്, അതായത് ഒരു സ്റ്റെമ്മിൽ നിന്ന് ഒരു ലീഫ് വരുന്ന പോലെ നമുക്ക് വീണ്ടും
ഇതുപോലൊരു ട്രയോ ഒരേ ഇതിൽ നിന്ന് 3 എണ്ണം വരുന്ന പോലെ കൊടുക്കാം. ഇവിടെ നിന്ന് അടുത്തൊരു ബ്രാഞ്ച് പോകുന്ന പോലെയും ചെയ്യാം. സെയിമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ്. ഈ നമ്മൾ ഡാർക്കൻ ചെയ്തിട്ടുള്ളതെല്ലാം ബഡാണ്, ബാക്കിയുള്ളതെല്ലാം ലീഫാണ്. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് വരച്ചതിൻ്റെ വേറൊരു മോഡലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇടുന്നുണ്ട്. ഈ ഡോട്ടിന്ന് ഇങ്ങനെ ഓരോ ഡയറക്ഷനിലേക്കും ഞാനിങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ മുകളിൽ ഞാനൊരു വി, ഇനി ചെറിയൊരു വി കൊടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അടുത്ത ഫ്ലവർ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിരിക്കും. ഇതാണ് നെക്സ്റ്റ് ഫ്ലവർ. ഇനി അടുത്തത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന താമരേനെ ഈ ഒരു മോഡേൺ അർബണൈസ് ചെയ്ത് പല രീതിയിൽ വരയ്ക്കാം. അതിലൊന്നാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മളിങ്ങനെ ബേസിക് ആയിട്ടുള്ള പെറ്റിൽ, താമരയുടെ സെൻറ്ററിൽ നമ്മളിങ്ങനത്തെ പെറ്റിലാണല്ലോ കണ്ടിരിക്കുന്നത്, ലോട്ടസിൻ്റെ. ഇനി അടുത്തത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വരയ്ക്കും. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ക്രോസ് ചെയ്ത് കൊണ്ടുവന്നു എഗെയിൻ മുകളിലോട്ട് പോയി അതിനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ. പിന്നെ ഒരെണ്ണം കൂടെ വരയ്ക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ വരച്ചു. ഇത് 3 എണ്ണമായിട്ട് മാത്രം. നിങ്ങൾക്ക് 3 or 4 മാക്സിമം, ഒരുപാട് വലുതാക്കരുത്, പക്ഷേ ഒരു മാക്സിമം 5 അല്ലെങ്കിൽ 6 to 3 അങ്ങനെ ഉള്ളൊരു റേഞ്ചിൽ ഇതിൻ്റെ പെറ്റൽസ് വരയ്ക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് വേറെ ഒരെണ്ണം നമ്മൾ ഇത് വരച്ചതിൻ്റെ സിമിലറായിട്ട് ഇതേ ഫോർമാറ്റിൽ, നമ്മൾ ഈ ലോട്ടസ് വരച്ച ഫോർമാറ്റിൽ വരയ്ക്കാവുന്ന ഒരെണ്ണമാണ് ഞാൻ ചെയ്യാൻ പോണേ. കണ്ടോളൂ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ അത് കുറച്ചൊന്ന് ഇത്തിരി വരച്ചിട്ട് ഒരിത്തിരി അണ്ണീവനൊക്കെ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇനി ഇവിടെ ഒരെണ്ണം കൂടെ കൊടുക്കാം. ഇങ്ങനെ ഇതാണ് ഒരു ഫ്ലവർ. ഞാൻ നെക്സ്റ്റ് വൺ കൂടെ വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചു കൊണ്ടോളൂ. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ അതിൻ്റെ 3 എണ്ണം വരച്ച് ഇങ്ങനെയാണിത്. അതിന് ഒരു റെഗുലർ ആയിട്ടുള്ള ഷേപ്പല്ല, ഒരിത്തിരി ഇറെഗുലർ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതിന് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ലോട്ടസിന് ഒന്നുകൂടെ വേറൊരു മോഡലും കൂടെ ആക്കിയിട്ട് വരയ്ക്കാൻ പോകണം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മെയിൻ ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിൾ അല്ല, ഈ ഒരു പെറ്റൽ വരച്ചു. ഇനി ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അവിടെ നിന്നാണല്ലോ സ്റ്റെം. ഇതിൻ്റെ സ്റ്റെം അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് കട്ട് ചെയ്യുന്ന സെൻസ് നമ്മൾ ബാക്കി എല്ലാത്തിലും ഒരൊറ്റ സിംഗിൾ ലെയറാണ് കൊടുത്തിരിക്കുന്നത്, ഇതിന് മാത്രം ഡബിൾ ലെയർ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക, വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാം. അതേപോലെ ഞാൻ ഇപ്പുറത്തും കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇങ്ങനെ ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഇത്രയും ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക്, ഈ താഴെ വരുന്നതിനൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെറുതെ കുറേ ലൈൻസ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ആർട്ട് വരും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വിടുമ്പോൾ. ഇനി ഇതേപോലെ മുകളിൽ നിന്ന്
കറക്റ്റ് ഈ ഏരിയയിൽ തന്നെ അത് വരണം, ആ ഷേപ്പിൽ ഇങ്ങനെ അറ്റത്ത് മാത്രം. ഇതാണ് ഇനിയൊരു മോഡൽ. ഇത്രയും ചെയ്തതെല്ലാം നമ്മൾ ലാസ്റ്റത്തെ ലൈവ് സെഷനിൽ നമ്മൾ എടുത്തതാണ്. ഇനി പറയാൻ പോകുന്നത് ലൈവ് സെഷനിൽ എടുക്കാത്തതാണ്. ഇതൊരു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. അത് നമ്മളിത് വന്നു, നമ്മൾ ഫസ്റ്റ് വരച്ച പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ലോട്ടസിൻ്റെയൊക്കെ പെറ്റൽ വരച്ചില്ലേ, അതേപോലെയുള്ള ലീഫ്. ഇനി അതിനെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കൊണ്ടുവരിക, ക്ലോസ് ചെയ്തെടുക്കുക. കണ്ടോ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇങ്ങനെ കൊണ്ടുവന്നു, സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഒരേതാണ്. നമ്മൾ ലോട്ടസിന് എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതേപോലെ നമ്മൾ ലീവ്സ് കൊടുക്കുക. അതിൻ്റെ പെറ്റൽ വരച്ച പോലെ നല്ല ഉരുട്ടി ഇങ്ങനെ ആ ഒരു റൗണ്ടഡായിട്ട് വരണം. കണ്ടോ, ഇതാണ് ഒരെണ്ണം. ഇതിനെ നമ്മൾ ഫില്ല് ചെയ്യും, ഇതിൽ ഇനി സ്ട്രോക്സ് കൊടുക്കും, അങ്ങനെ പലതും ചെയ്യും. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്.